ചേട്ടാ, നമ്മുടെ കായിക രംഗം പ്രത്യേകിച്ച് ഇവിടെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കാറുണ്ട്. ഇവിടുത്തെ കായിക രംഗത്ത് നമുക്കറിയാം, മെസ്സിയെ കൊണ്ടുവരുന്നു, അത് വലിയ വാർത്തയാക്കുന്നു, അവിടെ കായിക മന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകളും മറ്റുമൊക്കെ ഉയരുന്നു. പക്ഷേ താഴെത്തട്ടിലുള്ള നമ്മുടെ സ്കൂൾ കായിക മേളയിലടക്കം അത്തരത്തിൽ ഉള്ള നടത്തിപ്പിലുണ്ടാകുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച, അതുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ല ഈ കായിക താരങ്ങൾ ഭിക്ഷയെടുക്കാൻ പോകുന്നു എന്ന വാർത്ത. വളരെ വലിയ ഒരു ദുരന്ത വർത്തമാനമാണ്. കായിക മേഖലയോട് മാറി മാറി വരുന്ന സർക്കാരുകൾ എങ്ങനെയാണ് അവരുടെ നയം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ സംഭവം. കഴിഞ്ഞ 10 മാസമായി ധനകാര്യ വകുപ്പ് സ്പോർട്സ് കൗൺസിലിന് കൊടുക്കേണ്ട അവരുടെ പ്ലാൻ ഫണ്ട് കൊടുത്തിട്ടില്ല. സ്വാഭാവികമായും പ്ലാൻ ഫണ്ട് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് ഉച്ചഭക്ഷണം അടക്കമുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിയ വകയിൽ വലിയ തുക കടകൾക്ക് കൊടുക്കാനുണ്ട്. കടക്കാര് ഇനിയിപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലുകൾ പൂട്ടിയിടാൻ പോവുകയാണ്. കായിക താരങ്ങൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പിൽ 20-ാം തീയതി മുതൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം കായിക താരങ്ങളോട് എങ്ങനെയാണ് കേരളത്തിന്റെ സമീപനം എന്ന് വിളിച്ചോതുന്നതാണ് സംഭവം. എത്രയോ കോടി രൂപ അനാവശ്യമായി ഇവിടെ പല കാര്യത്തിനും വേണ്ടി ചെലവഴിക്കുമ്പോൾ എത്രയാണ് PSC മെമ്പർമാരുള്ളത് നമ്മുടെ നാട്ടിൽ? എത്ര കോടി രൂപയാണ് അവർക്ക് ചെലവാക്കുന്നത്? രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ കൊലപാതകങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി കോടികൾ മുടക്കുന്നു. CBI അന്വേഷണം പോലുള്ള നവീൻ ബാബുവിന്റെ മരണത്തിന്റെ CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ CBI അന്വേഷണം വേണ്ട എന്ന് വാദിക്കാൻ വേണ്ടി എത്ര വലിയ വക്കീലന്മാരെ കൊണ്ടുവന്നത്, അവരുടെ ഫീസ്. പെരിയ കൂട്ടക്കൊല, പെരിയയിലെ ഇരട്ടക്കൊലപാതകം, അത് CBI അന്വേഷിക്കണ്ട എന്ന് ആവശ്യപ്പെടാൻ സുപ്രീം കോടതിയിൽ എത്ര രൂപ അവർ ചെലവാക്കിയത്? അപ്പൊ ഞാൻ പറഞ്ഞ അനാവശ്യമായ കാര്യത്തിന് ഈ ഗവൺമെന്റ് ദൂർത്തും അധിക ചെലവ് മുഖമുദ്രയാക്കിയ ഈ ഗവൺമെന്റ് കായിക മേഖലയെ വളരെ അങ്ങേയറ്റം അവഗണിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത. ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മുടെ വട്ടിയൂർക്കാവിനടുത്ത നെട്ടയത്തിനടുത്താണ് GV രാജ സ്പോർട്സ് സ്കൂൾ ഉള്ളത്. അവിടെ പോയി നോക്കിയാൽ വാസ്തവം പറഞ്ഞാൽ കാലിത്തൊഴുത്തിനേക്കാളും കഷ്ടമാണ്. മറ്റ് ജില്ലകളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ കായിക താരങ്ങളെ അവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവർക്കെല്ലാം നല്ല പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ സർവീസസും റെയിൽവേയും മറ്റ് സംസ്ഥാനങ്ങളും വിളിച്ചിട്ട് പോകാതെ സ്വന്തം മണ്ണിനോട് കൂറ് കാണിച്ച് കേരളത്തിൽ ഉറച്ചു നിന്ന കായിക താരങ്ങളോടാണ് ഈ നെറികേട് കാണിക്കുന്നത്. കായിക അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിട്ട് മാസങ്ങളായി. 28,000 രൂപയാണ് കരാറടിസ്ഥാനത്തിൽ കായിക അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടത്. ഉള്ള കായിക അധ്യാപകർ എന്ന് പറയുന്നവർ കരാറടിസ്ഥാനം ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് പോലും 28,000 രൂപ. ഇന്ന് കേരളത്തിലെ ഒരു പ്യൂണായി ജോലി ചെയ്യുന്ന സ്ഥിര ജീവനക്കാരന് പോലും 10-60,000 രൂപ ശമ്പളം ഉള്ളപ്പോൾ 28,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന പൊരുവെയിലത്ത് കായിക പരിശീലനം നടത്തുന്ന ഈ പരിശീലകർക്ക് കൊടുക്കേണ്ട ശമ്പളം പോലും കൊടുത്തിട്ടില്ല. അവരും 20-ാം തീയതി മുതൽ സമരത്തിലാണ്. ഞാൻ പറഞ്ഞത്, പൊതുവെ ഈ രംഗത്തോട് ഇപ്പൊ സ്കൂൾ കലാമേള നടത്തി. ആ കലാമേളയ്ക്ക് വേണ്ടത്ര പണം കൊടുത്തു. ഭംഗിയായ കലാമേള അവസാനിച്ചു, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. പക്ഷെ കായികമേളയുടെ അവസ്ഥയോ? കഴിഞ്ഞ സ്കൂൾ കായികമേള നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നടന്നപ്പോൾ പൊളിഞ്ഞ സിന്തറ്റിക് ട്രാക്കും ആ പൊരുവെയിലത്ത് പലപ്പോഴും നമ്മൾ കണ്ടത്, സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇവര് മത്സരിക്കാൻ പോകുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ട്രെയിൻ ടിക്കറ്റ് ഉണ്ടാവില്ല. ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ തിങ്ങി ഞെരിഞ്ഞ് നമ്മുടെ മക്കൾ കായിക താരങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നാണക്കേടും സങ്കടവും തോന്നുന്ന കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത്തരം ആ രീതിയിലുള്ള നിലപാടുകളാണ് വരുന്നത്. കാലിത്തൊഴുത്ത് പോലെയുള്ള, ഞാൻ സൂചിപ്പിച്ച അതേ അവസ്ഥയിലുള്ള ബോഗികളിൽ ഞെങ്ങി ഞെരുങ്ങി ഒരു റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ റിസർവേഷൻ ടിക്കറ്റ് പോലും കൊടുക്കാതെ സാധാരണ ആളുകൾ യാത്ര ചെയ്യുന്ന ആ കമ്പാർട്ട്മെന്റിൽ കയറ്റിവിട്ട് സമയത്തിന്, നമുക്കറിയാലോ, പിന്നെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്താലുള്ള ബുദ്ധിമുട്ട്. തീർച്ചയായും ആ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചിട്ട് വേണം ഈ മണ്ണിന് വേണ്ടി അവർക്ക് അവിടെ പോയി ഓടാനും ചാടാനും ഒക്കെ ഉള്ളത്. എത്ര കണ്ട ഒരു ആത്മാർത്ഥതയ്ക്ക് ഗവൺമെന്റ് വില കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് എണ്ണം പറഞ്ഞ ആളുകൾ ഉയർന്നു വരാത്തത്. എന്താണ് അന്തർദേശീയ സ്പോർട്സ് രംഗത്ത് കേരളത്തിന്റെ സംഭാവന? ഒരു സജു സാംസനൊക്കെ ക്രിക്കറ്റ് രംഗത്തേക്ക് വളർന്നു വന്നത് ഗവൺമെന്റിന്റെ സപ്പോർട്ടൊന്നും കൊണ്ടല്ല. അവരൊക്കെ സ്വകാര്യ അക്കാഡമിയിൽ പോയി പഠിച്ചിട്ട് വളർന്നു വന്നവരാണ്. ഗവൺമെന്റ് വളർത്തിയെടുത്ത, ഗവൺമെന്റ് മേഖലയിൽ പഠിച്ച് വളർന്നു വന്ന എത്ര കായിക താരങ്ങളെ കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്തർദേശീയ രംഗത്ത് കേരളത്തിന്റെ സംഭാവന വളരെ വലിയ പൂജ്യമാണ്, അല്ലേ?
അപ്പൊ കേരളം ഈ ഇനിയെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ പോലും സ്വീകരണം കൊടുക്കാനും ഇല്ലാത്ത നാടാണ്. അവരെ സ്വീകരണം കൊടുക്കുക മാത്രമല്ല, അവർക്ക് മാന്യമായി ജീവിക്കുന്ന തൊഴിൽ കൊടുക്കാൻ ഒരു തൊഴിൽ. എത്രയോ സ്പോർട്സ് താരങ്ങൾ കേരളം വിട്ടുപോയി ഇല്ലേ? IM വിജയനെ പോലുള്ള ആളുകൾ പോലീസിൽ നിന്നും അവര് പുറത്തുപോയി. കൽക്കത്തയിലൊക്കെ മോഹൻ ബഗാൻ വേണ്ടി കളിക്കാൻ പോയില്ല. എത്ര പേരാ ഇവിടുന്ന് പോയവരൊക്കെ രക്ഷപ്പെട്ടു, കേരളത്തിൽ നിന്ന് പോയവരൊക്കെ രക്ഷപ്പെട്ടു. പല ക്ലബ്ബുകളിലും പല സംസ്ഥാനങ്ങളുടെയും പേരിൽ കളിക്കാനും ഒക്കെ പോയവർ രക്ഷപ്പെട്ടു. കേരളത്തിലെ ആത്മാർത്ഥമായി എന്റെ മണ്ണാണ് എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിച്ച് ഈ മണ്ണിൽ പണിയെടുത്ത് ഈ മണ്ണിന് വേണ്ടി ട്രോഫി വാങ്ങണമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്ന സ്പോർട്സ് താരങ്ങളും അതിന്റെ പ്രവർത്തകരുമാണ് കണ്ണീര് കുടിക്കുന്നത്. തികഞ്ഞ അലംഭാവമാണ് കേരള ഗവൺമെന്റ്. 10 മാസമായി അർഹതപ്പെട്ട പണം അവരുടെ പ്ലാൻ ഫണ്ട് കൊടുക്കുന്നില്ല. സ്പോർട്സ് കൗൺസിലിന്റെ പ്ലാൻ ഫണ്ട് കൊടുക്കുന്നില്ല. എങ്ങനെയാണ് സ്പോർട്സ് കൗൺസിൽ മറ്റ് ജില്ലകളിലേക്ക് ഈ പൈസ കൊടുക്കുക, മറ്റ് ഹോസ്റ്റലുകൾക്ക് പൈസ കൊടുക്കുക? എങ്ങനെയാണ് കായിക അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക? അപ്പൊ ഇതിനോട് താല്പര്യമില്ല. കായിക രംഗത്തെ തീർച്ചയായിട്ടും ഇകഴ്ത്തുന്ന, വിലമതിക്കാത്ത നിലപാടുകളാണ് ഇവർക്കുള്ളത്. സ്വാഭാവികമായും ഈ നിലപാടിനെതിരെ വളരെ വലിയ ഒരു സമരം അനിവാര്യമാണ്. ഇനിയെങ്കിലും സ്പോർട്സ് രംഗം ശുദ്ധീകരിച്ചില്ലെങ്കിൽ അന്താരാഷ്ട്ര രംഗത്ത് കേരളത്തിന്റെ സംഭാവനകൾ വളരെ കുറയും. ഒരു ചെസ് താരത്തെ പോലും, ഒരു ജാവലിൻ ത്രോ താരത്തെ പോലും അന്താരാഷ്ട്ര രംഗത്തേക്ക് PT ഉഷയ്ക്ക് ശേഷം, PT ഉഷയൊക്കെ സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വന്ന ആളുകളാണ്. ആ PT ഉഷയ്ക്ക് ശേഷം എത്ര പേരാണ് ഇവിടെ നിന്ന് വളർന്നു വന്നത്? PT ഉഷ സ്വന്തമായി നടത്തിയ അവരുടെ സ്പോർട്സ് സ്കൂളുണ്ട്, നടത്തുന്ന സ്പോർട്സ് സ്കൂൾ. അതിനെപ്പോലും പാരവയ്ക്കാനല്ലാതെ, അതിനെപ്പോലും തകർക്കാൻ ശ്രമിച്ചു. ഓരോരോ ഇല്ലാത്ത കാര്യങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് തകർക്കാനല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ സഹായിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടോ? സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും നടന്ന സ്പോർട്സ് ക്യാമ്പയിനുകളുണ്ട്, അവരുടെ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിലൂടെ വളർന്നു വരുന്ന കുട്ടികളാണ് പലപ്പോഴും മുൻനിരയിലേക്ക് എത്തുക. സർക്കാർ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നോക്കം പോകുന്നു. ഇത് ശ്രദ്ധിക്കണ്ടേ? ആരാ ശ്രദ്ധിക്കുക? അപ്പൊ സർക്കാരിന്റെ നിലപാട്, സ്പോർട്സിന്റെ തക്കതായ നിലപാട് വേണം. സ്പോർട്സിന് ഒരു പ്രത്യേക കാര്യാലയവും പ്രത്യേക മന്ത്രിസഭാ കാര്യാലയവും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഒന്നും നടക്കുന്നില്ല എന്നാണ്. ഏറ്റവും കുറച്ച് പണം അനുവദിക്കുന്ന, ധനകാര്യ വകുപ്പ് പണം അനുവദിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി സ്പോർട്സ് വകുപ്പ് മാറിയിട്ടുണ്ട്. അപ്പൊ സ്പോർട്സ് വകുപ്പ് എല്ലാത്തിനും പുറകിലാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ അവർ കുഞ്ഞ് ജനിക്കുമ്പോഴേ ആരോഗ്യമുള്ള കുഞ്ഞാണോ എന്ന് നോക്കും. ആരോഗ്യമില്ലെങ്കിൽ പണ്ട് ഏതൻസിൽ അങ്ങനെ കഥയുണ്ടായിരുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിനെ അടിപിടി നോക്കും. അത് വല്ല മുടന്തനോ മറ്റുവാണെങ്കിൽ കുഞ്ഞിനെ കുന്നിൻ മുകളിലേക്ക് വലിച്ചെറിയുന്നതാണ്. അതേ രീതിയിലാണ്. കാരണം കായിക ബലമില്ലാത്ത ആൾ വളർന്നു വരുന്നത് അത്രത്തോളം ഒരു പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്ന് കേരളത്തിലോ അങ്ങനെ പ്രാധാന്യമില്ല. ഒരു നേരം മുട്ടയും പാലും ഇറച്ചിയും കഴിക്കണം. അതിലൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുക, അത്രേ ഉള്ളൂ. അതെ, അവർക്ക് മുട്ടയും പാലും ഇറച്ചിയും ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് 3 നേരം കഞ്ഞിയെങ്കിലും കൊടുക്കാൻ, 2 പൂരിയോ ചപ്പാത്തിയെങ്കിലും കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ കേരള ഗവൺമെന്റിന് ആവുന്നില്ല. അതുകൊണ്ട് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള മെട്രിക് ഹോസ്റ്റലുകളും പ്രീ മെട്രിക് ഹോസ്റ്റലുകളും എല്ലാം പൂട്ടാൻ പോവുകയാണ്. സ്പോർട്സ് ഹോസ്റ്റലുകൾ പൂട്ടാൻ പോവുകയാണ്. അധ്യാപകർ സമരത്തിന് ഇറങ്ങാൻ പോവുകയാണ്. അധ്യാപകരും സ്പോർട്സ് താരങ്ങളും എല്ലാം പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് പ്രതീകാത്മകമായ സമരത്തിന് സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇത് മാറിയേ മതിയാവും. തീർച്ചയായും.